റിനു, നേരത്തെ തന്നെ ഈ സർക്കാർ പരിപാടികളിൽ RSSന്റെ കാവിപ്പതാകയേന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നത് അതിലെ ഗവർണറെ എതിർപ്പറിയിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ കാര്യങ്ങളൊക്കെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തതാണ്. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കാര്യം മുഖ്യമന്ത്രി ഗവർണർ രാജേന്ദ്ര അർലേക്കർ അറിയിക്കും എന്ന തീരുമാനങ്ങൾ നേരത്തെ വന്നതാണ്. അപ്പോഴാണ് വീണ്ടും കേരള സർവകലാശാലയുടെ സെനറ്റിൽ ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തുന്ന പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വന്നിരിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്നത് ശ്രീപത്മനാഭ സേവാ സമിതിയുടെ പരിപാടിയാണ്. അതിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തുന്നു. അവിടെയാണ് വീണ്ടും കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് റിനു, അവിടെ നിന്ന് മാധ്യമങ്ങളെ പുറത്താക്കി എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അത് ശരിയാണോ? മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുണ്ടോ ഈ പരിപാടി കവർ ചെയ്യുന്നതിൽ? നിലവിൽ അങ്ങനെ ഒരു വിലക്കൊന്നും നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല. സെനറ്റ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ചില മാധ്യമങ്ങൾ പോയി, അല്ലെങ്കിൽ അവരോട് ഇതൊരു പ്രശ്നമാക്കി മാറ്റരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ദിവസങ്ങൾക്ക് മുമ്പ് 60,000 രൂപ അടച്ചാണ് ഈ സെനറ്റ് ഹാൾ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ ശ്രീപത്മനാഭന്റെയോ അല്ലെങ്കിൽ ഭാരതാംബയുടെയോ ആരുടെ ചിത്രമാണ് വെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ട്രസ്റ്റാണ് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഈ കാശ് അടച്ചാണ് ഈ സെനറ്റ് ഹാൾ ബുക്ക് ചെയ്തതെന്നുള്ളൊരു കാര്യവും അവർ പറയുന്നുണ്ട്. പക്ഷേ ഭാരതാംബയുടെ ഈ ചിത്രം പ്രദർശിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ സ്ഥാപിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമുക്കറിയാം ഉണ്ടായി വരുന്നുണ്ട് SFIയുടെയും ഇടതുപക്ഷ സംഘടനകളുടെയും ഭാഗത്ത് നിന്ന്. എന്തായാലും നിലവിൽ ഇപ്പോൾ അത്തരമൊരു പ്രതിഷേധം തന്നെയാണ് സെനറ്റ് ഹാളിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം ഉൾപ്പെടെ ഈ സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതാണ്. അവർ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും വലിയ പ്രതിഷേധം ഗവർണർ എത്തുമ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ്. നിലവിൽ ഇത്തരമൊരു പ്രതിഷേധം നിലനിൽക്കുന്നു. രജിസ്ട്രാർ എത്തി ഈ ഭാരതാംബയുടെ ചിത്രം അവിടെ നിന്ന് മാറ്റണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇവിടേക്ക് ഗവർണർ എത്തുമോ എന്നുള്ളതാണ്. അതോ ഈ പരിപാടി വേണ്ടെന്ന് വെക്കുമോ എന്നുള്ള ഒരു സംശയവുമുണ്ട്. അത്തരത്തിലുള്ള ഒരു അറിയിപ്പൊന്നും നിലവിൽ എന്തായാലും ഇവിടെ കിട്ടിയിട്ടില്ല. എന്തായാലും ശ്രീപത്മനാഭ സേവാ സമിതി സംഘടിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ പരിപാടിയിലാണ് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലായിട്ടുള്ള ഭാരതാംബ ചിത്രം വിവാദം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും SFIയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ BJPയുടെ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ, കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സെനറ്റ് ഹാളിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ അവിടെയുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് BJPയുടെ പ്രവർത്തകരും സംഘടിച്ച് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസ് പരമാവധി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇരുവശങ്ങളിലും പോലീസ് നിലയുറപ്പിച്ച് ഈ സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രവർത്തകരോട് നമുക്ക് ചോദിക്കാം എന്താണ് നടക്കുക എന്നുള്ളത്. എന്തായാലും ഈ പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് SFI ഉൾപ്പെടെയുള്ള സംഘടന പറയുന്നത്. അല്ല, SFIയുടെ തറവാട്ടിലല്ല പരിപാടി നടത്തുന്നത്. പരിപാടി നടത്തുന്നത് സെനറ്റ് ഹാളിലാണ്. സെനറ്റ് ഹാളിൽ പൈസ അടച്ച് നടത്തുന്നത്. അപ്പോൾ അത് പൈസ അടച്ച് നടത്തുമ്പോൾ നടത്തുന്ന ആൾക്കാർക്ക് അവർക്ക് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത് ഇതെടുത്ത് മാറ്റണമെന്നാണ്. രജിസ്ട്രാറിന്റെ ഇത് അനുമതിയില്ല. ഞങ്ങൾ പൈസ അടച്ചിട്ട് ചെയ്യണമല്ലോ. രജിസ്ട്രാറിന്റെ അനുമതി വേണ്ടല്ലോ. ഇത് വയ്ക്കുന്നത് ഹമാസിന്റെ പടമല്ല വയ്ക്കുന്നത്. ഹമാസിന്റെ പടമല്ലല്ലോ വെക്കണം. ഭാരതാംബയുടെ ചിത്രമാണ് വെക്കണം. സർവകലാശാല സെനറ്റിന്റെ അധികാരം എന്തായാലും രജിസ്ട്രാർക്ക് ഉണ്ടാവില്ല. രജിസ്ട്രാർ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അല്ലല്ല, കണ്ടീഷനൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ ഹാൾ എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കും. എന്തായാലും പരിപാടി നടത്തും. തീർച്ചയായും. അതായത് BJP പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് ഈ പരിപാടി നടത്തുമെന്നുള്ളതാണ്. ഒരു തരത്തിലും ഇത് തടയുവാൻ വേണ്ടി അനുവദിക്കില്ല. ഗവർണർ എത്തുകയാണെങ്കിൽ ഈ പരിപാടി നടക്കും എന്നുള്ളത് തന്നെയാണ്. BJP പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട്. എന്തായാലും ഒരു വിഷയത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി പോലീസ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ വലിയ വിഷയത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സെനറ്റിന്റെ ഉള്ളിലേക്ക് തന്നെ SFIയുടെ പ്രവർത്തകരും നേതാക്കളും എത്തിയിട്ടുണ്ട്. DYFIയുടെ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചിത്രം എടുത്ത് മാറ്റാതെ ഒരു തരത്തിലുള്ള ഒരു പിന്മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളതാണ് SFI പ്രവർത്തകരുടെ ഉൾപ്പെടെ ഉള്ളവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.